നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സഹകരണ മേഖലയിലെ പ്രതിസന്ധി. LDF നടത്തിയ ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. ഹർത്താൽ പൊതുവെ സമാധാനപരം. ആയുഷ്യം കൗമാരഭൃത്യം പദ്ധതികളുടെ ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് നടന്നു. കാസർഗോഡ് മെഡിക്കൽ കോളേജ് തറക്കല്ലിൽ മാത്രം. ആശുപത്രി കെട്ടിടം പണി തുടങ്ങാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. CITUവിന്റെ നേതൃത്വത്തിൽ സുരേന്ദ്രന്റെ 19ാം അനുസ്മരണം കാഞ്ഞങ്ങാട്ടെ വിവിധ പരിപാടികളോടെ നടന്നു. തൊഴിലാളി പ്രകടനവും സംഘടിപ്പിച്ചു. മടിയൻകൂലം പാട്ടുത്സവം ജനുവരി 11 മുതൽ തുടങ്ങും. ഉത്സവത്തിന്റെ ഫണ്ട് ശേഖരണം തുടങ്ങി. ശ്രീനാരായണ ഗ്ലോബൽ മിഷന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ശ്രീനാരായണ കൂട്ടായ്മ നടന്നു. കമ്മ്യൂണിസ്റ്റ് വിപ്ലവ നായകൻ ഫിഡൽ കാസ്ട്രോ അനുസ്മരണവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് MN അനുസ്മരണവും കാഞ്ഞങ്ങാട്ട് നടന്നു. പുല്ലൂർ മാച്ചിപ്പുറം ചാമുണ്ടേശ്വരി ഗുളികൻ ദേവസ്ഥാനത്തെ കളിയാട്ട ഉത്സവത്തിന് സമാപനം. വാർത്തകൾ വിശദമായി. നോട്ട് അസാധുവാക്കിയതിലൂടെ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDF നടത്തിയ ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ച് കാസർഗോഡ് നഗരത്തിൽ പ്രകടനം നടന്നു. പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. വേണ്ടത്ര ഒരുക്കങ്ങളില്ലാതെ 500, 1000 എന്നീ നോട്ടുകൾ പിൻവലിച്ച കേന്ദ്ര സർക്കാർ നടപടിയെ തുടർന്നാണ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ ഹർത്താൽ ആചരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 6 മണിക്ക് ആരംഭിച്ച ഹർത്താലിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ലഭിച്ചു. പാൽ, പത്രം, ആശുപത്രി, വിവാഹം, ശബരിമല യാത്ര, ബാങ്ക് എന്നിവയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ദൂരദിക്കുകളിലേക്ക് അത്യാവശ്യ കാര്യങ്ങൾക്കായി പോകേണ്ടുന്നവർ ഹർത്താൽ നിമിത്തം ദുരിതത്തിലായി. നോട്ട് അസാധുവാക്കിയ കേന്ദ്ര സർക്കാർ നയം പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി നടത്തിയ ഹർത്താൽ ജില്ലയിലാകെ ഒരു ബന്ദിന്റെ പ്രതീതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ഓഫീസുകൾ, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങിയവ ഒന്നും തന്നെ തുറന്നു പ്രവർത്തിക്കുന്നില്ല. നഗരത്തിൽ ഇരുചക്രവാഹനങ്ങൾ ഒഴികെ മറ്റൊന്നും സർവീസ് നടത്തുന്നില്ല. LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. കാഞ്ഞങ്ങാട്ടും പ്രതിഷേധ യോഗം നടന്നു. നോട്ട് പിൻവലിച്ചതുമൂലം ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് LDF ഹർത്താലിൽ പ്രതിഫലിച്ചു. കാഞ്ഞങ്ങാട്ടും പരിസരത്തും ഹർത്താൽ പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. മെഡിക്കൽ ഷോപ്പുകളും ഹോട്ടലുകളും അടക്കം വ്യാപാര മേഖല നിശ്ചലമായി. വാഹനങ്ങളും റോഡിൽ ഇറങ്ങിയില്ല. ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തിയത്. BJPയും BMSും ഉൾപ്പെടെ ഹർത്താലിന് എതിരായിരുന്നുവെങ്കിലും ഇവരുടെ സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു. ഹർത്താൽ അനുകൂലികൾ കാഞ്ഞങ്ങാട്ട് പ്രകടനം നടത്തി. തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന വിശദീകരണ യോഗം CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. PP രാജു അധ്യക്ഷനായി. VV രമേശൻ, ജ്യോതി ബസു, TV കരിയൻ, DV അമ്പാടി, CK ബാബുരാജ്, ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. P നാരായണൻ സ്വാഗതം പറഞ്ഞു. ആയുഷ് വകുപ്പിന്റെ ആയുഷ്യം കൗമാര ഭൃത്യം പദ്ധതികളുടെ ജില്ലാതല ഉദ്ഘാടനം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നടന്നു. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജീവിതശൈലി രോഗങ്ങളും കുട്ടികളുടെ ശാരീരിക മാനസിക രോഗങ്ങളും അകറ്റുന്നതിനു വേണ്ടിയാണ് ആയുഷ്യം കൗമാരഭൃത്യം ചികിത്സാ പദ്ധതി നടപ്പിലാക്കുന്നത്. ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നടന്ന പരിപാടി NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഈ ആയുഷ്യം പദ്ധതി നമ്മുടെ ഈ ആശുപത്രിയിലേക്ക് ലഭിച്ചു എന്നത് നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷം പകരുന്നു. നേരത്തെ അതാണ് പറഞ്ഞത്, ഈ ആശുപത്രിയെ ആശ്രയിക്കുന്നത്
ഈ നഗരത്തിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും സാധാരണക്കാരായ ആളുകളാണ് എന്ന് നല്ലപോലെ അറിയാവുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ മുജീബ് അധ്യക്ഷത വഹിച്ചു. DMO ഡോക്ടർ AV സുരേഷ്, ഡോക്ടർ മധുസൂദനൻ നമ്പൂതിരി, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VC സുഷമ, ഡോക്ടർ MV പൂർണിമ, ഡോക്ടർ TS അജയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കാസർഗോഡ് മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ട് 3 വർഷം പൂർത്തിയാകുന്നു. എന്നാൽ ഇതുവരെയും ആശുപത്രി കെട്ടിടത്തിന്റെ പണി തുടങ്ങിയിട്ടില്ല. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ടിട്ട് നവംബർ 30-ന് 3 വർഷം പിന്നിടുകയാണ്. അക്കാദമിക് ബ്ലോക്കിന്റെ പണി തുടങ്ങിയെങ്കിലും അതേ സമയത്തു തന്നെ ടെൻഡർ ചെയ്ത ആസ്പത്രി കെട്ടിടത്തിന്റെ പണി തുടങ്ങിയില്ല. ഇതിൽ പ്രതിഷേധിച്ച് നവംബർ 30-ന് പ്രതീകാത്മക മെഡിക്കൽ കോളേജിൽ തീർക്കാൻ ജനകീയ സമരസമിതി യോഗം തീരുമാനിച്ചു. 68 കോടി രൂപയുടെ വലിയൊരു പദ്ധതിയാണ് ഹോസ്പിറ്റൽ ബ്ലോക്ക്. നബാർഡിന്റെ സഹായത്തോടു കൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പക്ഷെ 1 വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ ടെൻഡർ നടപടി പൂർത്തിയാക്കി ഇതുവരെ പണി ആരംഭിച്ചിട്ടില്ല. അതാണ് ഇപ്പോഴുള്ള ഏറ്റവും വലിയ വിഷയം. കാരണം നമ്മളൊരു മെഡിക്കൽ കോളേജ് ആരംഭിക്കണമെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ബ്ലോക്കാണ്. അതിൻ്റെ പണി ആരംഭിക്കാത്തതിൽ ദുരൂഹതയുണ്ട്. നബാർഡിന്റെ സഹായത്തോടെ 68 കോടിയുടെ ആസ്പത്രി കെട്ടിടം നിർമ്മിക്കാനാണ് ടെൻഡർ വിളിച്ചത്. എന്നാൽ സാങ്കേതികത്വം പറഞ്ഞ് പണി നീട്ടിക്കൊണ്ടുപോകുകയാണെന്ന് സമരസമിതി കുറ്റപ്പെടുത്തി. കിറ്റ്കോയ്ക്കാണ് നിർമ്മാണ ചുമതല. സാങ്കേതികത്വം തീർത്ത് ടെൻഡർ നടപടി പൂർത്തിയാക്കാൻ കിറ്റ്കോയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഉചിതമായ ചികിത്സ കിട്ടാതെ എൻഡോസൾഫാൻ രോഗികൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ആസ്പത്രി കെട്ടിടത്തിന്റെ പണി തുടങ്ങണമെന്നും അല്ലാത്ത പക്ഷം സമരം തുടങ്ങുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകി. പയസിനി പുഴയിൽ 2 പേർ മുങ്ങി മരിച്ചു. പുഴയിൽ കുളിക്കാനിറങ്ങിയ 4 പേരിൽ മറ്റു 2 പേർ രക്ഷപ്പെട്ടു. കൂട്ടുകാരുമൊത്ത് കുളിക്കാനിറങ്ങിയതായിരുന്നു മരിച്ച 2 പേരും. കിണിങ്ങാർ മൗവൽ സ്വദേശികളായ അബ്ദുൾ അസീസും ഹാഷിഫുമാണ് പയസുനി പുഴയിൽ മുങ്ങി മരിച്ചത്. ഒഴുക്കിലും ചുഴിയിലും പെട്ടാണ് ഇരുവരും മരണമടഞ്ഞത്. കൂട്ടുകാരായ 2 പേർ നീന്തി രക്ഷപ്പെട്ടു. ഹർത്താൽ ദിനമായതുകൊണ്ടാണ് 19ഉം 17ഉം വയസ്സുള്ള അസീസും ഹാഷിമും കൂട്ടുകാർക്കൊപ്പം പയസുനി പുഴയിൽ കുളിക്കാനിറങ്ങിയത്. ഫയർഫോഴ്സും പോലീസും ഉടൻ സംഭവസ്ഥലത്തെത്തി. ജനറൽ ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അവരവരുടെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. ശ്രീനാരായണ ഗ്ലോബൽ മിഷന്റെ പ്രവർത്തനങ്ങൾ ജില്ലയിൽ ശക്തമാകുന്നു. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ കൂട്ടായ്മ കാഞ്ഞങ്ങാട്ട് നടന്നു. ജാതിമത ചിന്തകൾക്കും രാഷ്ട്രീയ വേർതിരിവുകൾക്കും അതീതമായി ശ്രീനാരായണ ഗ്ലോബൽ മിഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ശ്രീനാരായണ കൂട്ടായ്മയിൽ സാമൂഹ്യ സാംസ്കാരിക അഭിഭാഷക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. പുതിയകോട്ട പോർട്ട് ഓഡിറ്റോറിയത്തിലായിരുന്നു സംഗമം നടന്നത്. സംഗമം ഗ്ലോബൽ മിഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KC ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇതര മതങ്ങളെ സംബന്ധിച്ച് സ്വർഗവാഗ്ദാനമോ അത് ഭരിച്ചതിന് ശേഷം അത് ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷേ സനാതന ധർമ്മത്തിലൂടെ ലോകത്തിന് ഉപദേശിച്ച് നൽകിയിട്ടുള്ള ആശയം മോക്ഷമാണ്. അത് മരിച്ചിട്ടല്ല. അത് നമ്മുടെ ആചാര്യന്മാര്, ഗുരുദേവനെ പോലെയുള്ള ആചാര്യന്മാര്, അതുപോലെ അതിന് മുമ്പേയുള്ള നമ്മുടെ ഋഷിവര്യന്മാര്, നിരവധി ആചാര്യന്മാര് വേദങ്ങളിലൂടെ സദ്ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് ഉപദേശിച്ചു തന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി ഉദിനർ സുകുമാരൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് KK സതീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. PP നാരായണൻ, KV രാഘവൻ, ആനന്ദൻ ചായൂത്ത്, അഡ്വക്കേറ്റ് NP രവീന്ദ്രൻ, KV പ്രസാദ്, K ബാലകൃഷ്ണൻ, ശ്രീനീഷ് ചാന്തി, C ചിത്രാകാരൻ, KV സുകുമാരൻ, PP സരോജിനി, P നാരായണ ടീച്ചർ, അഡ്വക്കേറ്റ് NP സീമ, ശ്രീകലാകുമാരൻ, K സുജിത്ത്, P കുമാരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. യോഗം ക്യൂബൻ വിപ്ലവ പോരാളി ഫിദൽ കാസ്ട്രോയുടെ നിര്യാണത്തിൽ അനുശോചിച്ചു. സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാസർഗോഡ് ജില്ലാ വനിതാ വേദിയും ഹോസ്ദുർഗ് താലൂക്കിൽ 21 ഡയറക്ടർ ബോർഡും രൂപവത്കരിച്ചു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. CITUവിന്റെ നേതൃത്വത്തിൽ സുരേന്ദ്രന്റെ 19ാം അനുസ്മരണ ദിനം വിവിധ പരിപാടികളോടെ നടന്നു. കാഞ്ഞങ്ങാട്ട് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. CITU പ്രവർത്തകനും ചുമട്ടുതൊഴിലാളിയുമായിരുന്ന സുരേന്ദ്രന്റെ 19ാം അനുസ്മരണ ദിനം കാഞ്ഞങ്ങാട്ട് വിവിധ പരിപാടികളോടെ ആചരിച്ചു. കാഞ്ഞങ്ങാട്ട് തൊഴിലാളി പ്രകടനം നടന്നു. നോർത്ത് കോട്ടച്ചേരിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. പ്രകടനം പുതിയകോട്ടയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ P നാരായണൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ VV രമേശൻ, DV അമ്പാടി, TV കരിയൻ, ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, അഡ്വക്കേറ്റ് രാജ്മോഹനൻ, T കുട്ടിയൻ, AV അനിൽകുമാർ, KV രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. RYF കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VP രാമകൃഷ്ണപിള്ള അനുസ്മരണം സംഘടിപ്പിച്ചു.
ഹോട്ടൽ ബേക്കൽ ഇന്റർനാഷണലിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. RSP നേതാവായിരുന്ന VP രാമകൃഷ്ണപിള്ള അനുസ്മരണ സമ്മേളനം ഹോട്ടൽ ബേക്കൽ ഇന്റർനാഷണലിലായിരുന്നു സംഘടിപ്പിച്ചത്. RYF കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. RSP സംസ്ഥാന സെക്രട്ടറി AA അസീസ് ഉദ്ഘാടനം നിർവഹിച്ചു. നേതൃത്വം കൊടുത്ത ഒരു സഖാവാണ് VP രാമകൃഷ്ണൻ. അങ്ങനെയുള്ള ഒരു കരുത്തുറ്റ ഒരു സംഘാടകൻ, ഒരു നേതാവിനെയാണ് RSPക്ക് നഷ്ടപ്പെട്ടത്. RSPക്കുള്ള നഷ്ടം കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും രാഷ്ട്രീയ രംഗത്തുമുള്ള ഒരു തീരാനഷ്ടമാണ്. ആ നഷ്ടം യഥാർത്ഥത്തിൽ പരിഹരിക്കുവാൻ സാധിക്കുന്നതല്ല. അദ്ദേഹത്തിന്റെ 8ാമത്തെ മരണത്തിന് ശേഷം ഔദ്യോഗിക ശരീരവുമായി ഗവൺമെന്റിന്റെ ഔദ്യോഗിക ബഹുമതിയോടുകൂടി KSRTC ബസ് അനുവദിച്ചു. ആ ബസ്സിൽ തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരത്ത് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുവരികയും അവിടെ പൊതു ദർശനത്തിന് വെക്കുകയും ആയിരക്കണക്കിന് ആളുകൾ അവിടെ എത്തിച്ചേർന്ന് അന്തിമ കർമ്മങ്ങൾ നടത്തുകയും ചെയ്തു. CA കരീം ചന്ദേര അധ്യക്ഷനായി. KS അനിൽകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. N വിജയൻ, PC രാജേന്ദ്രൻ, ഹരീഷ്, ബാലകൃഷ്ണൻ, PR കുഞ്ഞിരാമൻ, K ശരത്, രാമചന്ദ്രൻ, ലക്ഷ്മണൻ നമ്പ്യാർ, ഉബൈദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. MN അനുസ്മരണവും ഫിഡൽ കാസ്ട്രോ അനുസ്മരണവും സംഘടിപ്പിച്ചു. CPIയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. CPI നേതാവ് MN ഗോവിന്ദൻ നായർ അനുസ്മരണവും ക്യൂബൻ വിപ്ലവ നായകൻ ഫിദൽ കാസ്ട്രോ അനുസ്മരണവും സംഘടിപ്പിച്ചു. CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് ഭരിക്കാൻ എവിടെയാ വോട്ട്? അപ്പൊ MN പറഞ്ഞ വോട്ടുണ്ട്, നമുക്ക് വോട്ടുണ്ട്. ആ വോട്ട് ജനങ്ങൾക്ക് തരും. ആ സമയത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഏകീകരിച്ചില്ല. മലബാറിലെ പാർട്ടി, മലബാറിൽ EMS ഉപയോഗിക്കുക, തിരുവിതാംകൂർ MN TV അച്ചോമനാണെങ്കിൽ തിരുവച്ചി പാർട്ടിയുടെ സെക്രട്ടറി. അങ്ങനെ രണ്ടായി കിടക്കുന്ന പ്രദേശം മൂന്നായിരുന്നു. ബംഗളം P കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, KS കുര്യാക്കോസ്, CP ബാബു, M നാരായണൻ, MC കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. CPIM ഹോസ്ദുർഗ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. AKG കൊവ്വലിൽ വെച്ചായിരുന്നു കുടുംബസംഗമം നടന്നത്. കേരളപ്പിറവിയുടെ 60ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് CPIM ഹോസ്ദുർഗ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചത്. AKG കൊവ്വലിൽ വെച്ച് നടന്ന പരിപാടി CPIM ജില്ലാ കമ്മിറ്റി അംഗം E പത്മാവതി ഉദ്ഘാടനം ചെയ്തു. 2 വർഷം മുമ്പ് നമുക്ക് ഓർമ്മയുണ്ട്, CPIMന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി ശ്രീ സഖാവ് പ്രകാശ് കാരാട്ട്, പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് ബൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ള സഖാക്കൾ തമിഴ്നാട്ടിൽ നടത്തിയ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് ഈ 2 സഖാക്കളെയും അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയുണ്ടായി. ജാതി മതിൽ തീർത്തിട്ട് ആ ജാതി മതിലിന്റെ അപ്പുറത്ത് അവർണരോ ഇപ്പുറത്ത് സവർണരും അപ്പുറവും ഇപ്പുറം പ്രവേശനവും ഇല്ല എന്നുള്ള തീരുമാനം അവിടെ വർഷങ്ങളായി നിലനിന്നപ്പോ അതിനെതിരായിട്ട് തമിഴ്നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ജാതി മതിൽ പൊളിച്ചു കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നടന്ന സമരത്തിന് ആ സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും തമിഴ്നാട്ടിലേക്ക് വന്നത്. അഡ്വക്കേറ്റ് പ്രദീപ് ലാൽ അധ്യക്ഷനായി. AV രാമചന്ദ്രൻ, നാരായണൻ, ലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭ 39ാം വാർഡ് സഭയുടെ നേതൃത്വത്തിൽ സൗജന്യ മൾട്ടി സ്പെഷ്യൽ ഡെന്റൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സെഞ്ചുറി ഡെന്റൽ കോളേജിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടന്നത്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ 39ാം വാർഡ് സഭയുടെ നേതൃത്വത്തിൽ പോയനാച്ചി സെഞ്ചുറി ഡെന്റൽ കോളേജിന്റെ സഹകരണത്തോടെ സൗജന്യ മൾട്ടി സ്പെഷ്യൽ ഡെന്റൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. അതിനേറെ മുൻഗണന കൊടുത്തുകൊണ്ട് ബോധവൽക്കരണ ക്യാമ്പുകൾ, അതോടൊപ്പം തന്നെ കണ്ണു പരിശോധന, പല്ല് പരിശോധന, രക്തനിർണയ ക്യാമ്പ്, മന്ദരോഗവുമായി ബന്ധപ്പെട്ട് രാത്രിയിൽ രക്തനിർണയ ക്യാമ്പ്, ഇങ്ങനെ വിവിധങ്ങളായ ക്യാമ്പുകളും സംഘടിപ്പിച്ചു വരികയാണ്.
അതിലാണ് ഒന്ന് ഇപ്പോൾ 39-ാം വാർഡിൽ കൗൺസിലർ സന്തോഷിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ദന്തൽ ക്യാമ്പ് നടക്കുന്നു. ഇവിടുത്തെ ജനങ്ങളെല്ലാം ഇത് ഉപയോഗപ്രദമാക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഡോക്ടർ പ്രവീൺ ക്യാമ്പ് വിശദീകരണം നടത്തി. വാർഡ് കൗൺസിലർ സന്തോഷ് അധ്യക്ഷനായി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എൽ സുലേഖ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഹമ്മൂദ് മുറിയനാവി, സിദ്ധാർത്ഥ രവീന്ദ്രൻ, കൗൺസിലർ TR രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. മടിയൻകുലം പാട്ടുത്സവം ജനുവരി 11 മുതൽ 15 വരെ തീയതികളിലായി നടക്കും. ഉത്സവത്തിന്റെ ആദ്യ ഫണ്ട് ഉദ്ഘാടനം നടന്നു. മടിയൻകുലം പാട്ടുത്സവം ജനുവരി 11 മുതൽ 15 വരെ തീയതികളിലായി നടക്കും. ഉത്സവത്തിന്റെ ആദ്യ ഫണ്ട് ഉദ്ഘാടനം ക്ഷേത്രസന്നിധിയിൽ നടന്നു. മാണിക്കൂത്ത് കൽപ്പക ഗംഗാധരൻ, ബാബു മടിയൻ, T ഗോപാലൻ മടിയൻ തുടങ്ങിയവരിൽ നിന്നും ഗോപാലൻ ഭണ്ഡാരച്ചൻ ആദ്യ സംഭാവന ഏറ്റുവാങ്ങി. ആഘോഷ കമ്മിറ്റി ചെയർമാൻ P കർത്തമ്പു അധ്യക്ഷനായി. യോഗത്തിൽ വിവിധ കഴകങ്ങളുടെ പ്രതിനിധികളും ട്രസ്റ്റി ബോർഡ് മെമ്പർമാരും നാട്ടുകാരും ക്ഷേത്ര ജീവനക്കാരും പങ്കെടുത്തു. ആഘോഷ കമ്മിറ്റി കൺവീനർ റിജേഷ് മടിയൻ സ്വാഗതം പറഞ്ഞു. കുശാൽ നഗർ നിത്യാനന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ ഹോമിയോപ്പതി പരിശോധനാ ക്യാമ്പും പ്രമേഹരോഗ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. കുശാൽ നഗർ നിത്യാനന്ദ ക്ലബ്ബ് പരിസരത്താണ് ക്യാമ്പ് നടന്നത്. കുശാൽ നഗർ നിത്യാനന്ദ ക്ലബ്ബ്, ഹോമിയോപ്പതി വിഭാഗം, കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ്ബ് എന്നിവരുടെ നേതൃത്വത്തിൽ സൗജന്യ ഹോമിയോ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി പ്രമേഹരോഗ നിർണയവും ബോധവൽക്കരണ ക്ലാസും നടന്നു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ബാബുരാജ് PMTF അധ്യക്ഷനായി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഹമ്മൂദ് മുറിയനാവി, സന്തോഷ് കുശാൽ നഗർ, മുഹമ്മദ് കുഞ്ഞി, ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി ആൻഡോ, നിത്യാനന്ദ ക്ലബ്ബ് സെക്രട്ടറി K സുരേശൻ, A രഘു തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിന് വിദഗ്ധരായ ഡോക്ടർമാർ നേതൃത്വം നൽകി. പുല്ലൂർ മാച്ചിപ്പുറം ചാമുണ്ടേശ്വരി ഗുളികൻ ദേവസ്ഥാനത്തെ കളിയാട്ട ഉത്സവത്തിന് സമാപനം. കളിയാട്ടത്തിന്റെ ഭാഗമായി വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി. പുല്ലൂർ മാച്ചിപ്പുറം ചാമുണ്ടേശ്വരി ഗുളികൻ ദേവസ്ഥാനത്തെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി പടിഞ്ഞാർ ചാമുണ്ടി, ഗുളികൻ എന്നീ തെയ്യങ്ങൾ കെട്ടിയാടി. അന്നദാനവും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സഹകരണ മേഖലയിലെ പ്രതിസന്ധി, LDF നടത്തിയ ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. ഹർത്താൽ പൊതുവെ സമാധാനപരം. ആയുഷ്യം കൗമാരഭൃത്യം പദ്ധതികളുടെ ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് നടന്നു. കാസർഗോഡ് മെഡിക്കൽ കോളേജ് തറക്കല്ലിൽ മാത്രം. ആശുപത്രി കെട്ടിടം പണി തുടങ്ങാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. CITUവിന്റെ നേതൃത്വത്തിൽ സുരേന്ദ്രന്റെ 19ാം അനുസ്മരണം കാഞ്ഞങ്ങാട്ടെ വിവിധ പരിപാടികളോടെ നടന്നു. തൊഴിലാളി പ്രകടനവും സംഘടിപ്പിച്ചു. മടിയൻകുലം പാട്ടുത്സവം ജനുവരി 11 മുതൽ തുടങ്ങും. ഉത്സവത്തിന്റെ ഫണ്ട് ശേഖരണം തുടങ്ങി. ശ്രീനാരായണ ഗ്ലോബൽ മിഷന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ശ്രീനാരായണ കൂട്ടായ്മ നടന്നു. കമ്മ്യൂണിസ്റ്റ് വിപ്ലവ നായകൻ ഫിഡൽ കാസ്ട്രോ അനുസ്മരണവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് MN അനുസ്മരണവും കാഞ്ഞങ്ങാട്ട് നടന്നു. പുല്ലൂർ മാച്ചിപ്പുറം ചാമുണ്ടേശ്വരി ഗുളികൻ ദേവസ്ഥാനത്തെ കളിയാട്ട ഉത്സവത്തിന് സമാപനം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.